ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറും മകനുമായി ബന്ധപ്പെട്ട് പുതിയ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ വിശദാംശങ്ങൾ? അതായത് ശബരിമലയിൽ നമ്മൾ കേൾക്കുന്നത് മൊത്തം അയ്യപ്പനെ മാത്രം അടിച്ചു കൊണ്ടുപോകാതെ ഭഗവാൻ തലനാരയാക്കി രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം. അല്ലാതെ എല്ലാം സ്വർണത്തിന്റെ അംശമുള്ള എല്ലാം കട്ടുമുടിച്ച് കൊള്ള നടത്തിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിൽ ബാലുശ്ശേരിക്കോട്ട അമ്പലത്തിൽ സ്വർണം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടിച്ചു മാറ്റി. അതിനുശേഷം മറ്റൊരു അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉയർന്നു വന്നു. അതിനുശേഷം കൊയിലാണ്ടിയിലെ മണക്കുളങ്ങര അമ്പലവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി വന്നു. ഇപ്പം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അമ്പലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ എന്തൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല. മറ്റമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് CPMന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വളരെ കൃത്യമായി പരിശ്രമിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊരു വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം മലബാർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കീഴിലുള്ള അമ്പലങ്ങളിലെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അമ്പലങ്ങൾ മൊത്തം വലിയ ഒരു CAG പരിശോധന പോലുള്ള അല്ലെങ്കിൽ കൃത്യമായൊരു ഓഡിറ്റിംഗ് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ. യുവതി പ്രവേശന സമയത്ത് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. അന്ന് വളരെയധികം വിമർശനത്തിന് വിധേയമായി നിന്ന ആളാണ് പത്മകുമാർ. അത് മാത്രമല്ല, ചില സമയത്തൊക്കെ സർക്കാരിനെതിരായിക്കൊണ്ട് ഞാൻ ഇതിന് അനുകൂലമല്ല എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പറയുകയും പിണറായിക്ക് അനാഭിമതനാവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആളാണ് പത്മകുമാർ. പക്ഷെ പത്മകുമാറിനെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്ത് പറയുകയും സർക്കാരിൻ്റെ നിലപാട് മറുഭാഗത്തു കൂടി നടപ്പിലാക്കുകയും ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹം. ഈ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഏറ്റവും നല്ല വിദഗ്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ അന്വേഷിക്കട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ, അത് നിങ്ങൾ ഇതിനടുത്ത് ഭയക്കുന്നത് ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ വലിയ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആരെയാണിത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? ഹൈക്കോടതി അന്വേഷണത്തിന് ഏൽപ്പിച്ചത് ദേവസ്വം വിജിലൻസിനെയാണ്. ദേവസ്വം വിജിലൻസിന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ, കേസെടുക്കാൻ അധികാരമില്ല. 1. 2, അതിനുശേഷം വന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരും ക്രൈംബ്രാഞ്ചോ വിജിലൻസോ പോലീസോ തന്നെ നേരിട്ട് അന്വേഷിച്ചാലും കേരളത്തിലെ CPMന്റെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കീഴിലുള്ള പോലീസുകാർ ആരെങ്കിലും അന്വേഷിച്ചാൽ ഈ ഏതെങ്കിലും ഒരു CPM നേതാവായിട്ടുള്ള ആളെ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രതിയാക്കുമെന്ന് ദേവി കരുതുന്നുണ്ടോ? ഇല്ല, കരുതില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പ്രതിഷ്ഠിക്കും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം മുമ്പിൽ നിർത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ മായാവിയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. കാരണം ഇയാൾ എല്ലാ ശബരിമലയിലടക്കം എല്ലാ ക്ഷേത്രങ്ങളിലും കടന്നു കയറുന്നു. അവിടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരെ മറിച്ച് ഈ കട്ടിള അത് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇനി അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊന്നും നേരെ പോയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദേവസ്വം ബോർഡിന്റെ കൃത്യമായ അറിവോ സമ്മതമോ അനുമതിയോ ഇല്ലാതെ ഹൈക്കോടതി പോലും വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് കൃത്യമായ പേപ്പർ വർക്ക്സും അനുമതിയും കൊടുത്താൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ആരാ കൊടുക്കുന്നത്? CPMന്റെ ആളുകൾ അറിയാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ചെയ്യൂ? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് CPMന്റെ തന്നെ നേതാക്കന്മാർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ, മറ്റു പാർട്ടികളുടെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളയാണിത്, ഒരു സംശയവുമില്ല. ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്താ? ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇങ്ങനെ പറഞ്ഞ് കഴുകുന്ന പത്മകുമാറിന് തലയ്ക്ക് കിട്ടിയ അടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലേക്കാണ് ഇപ്പോ വാർത്ത വന്നിരിക്കുന്നത്. അതായത് പത്മകുമാറിന്റെ മകന് നേരിട്ട് ശബരിമലയിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് നേരിട്ട് കൊടുക്കുകയാണ്. ആരുടെ ഇതില് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നേരിട്ട് കൊടുക്കുകയാണ്. അതിന് ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്ത് ചെയ്യാണ്? കൂട്ടുനിൽക്കുകയാണ്. ഇതില് ചെമ്പിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ യോഗദണ്ഡ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അറിയോ? യോഗദണ്ഡ് എന്ന് പറയുന്നത് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന്റെ യോഗനിദ്രയിലാക്കിയിട്ടാണ് ഈ നടയടച്ച് തിരുമേനിമാർ പോവുക. അപ്പം ആ സമയത്ത് ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുന്ന സമയത്ത് അവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട
പരമപ്രധാനമായ കാര്യമാണ് യോഗദണ്ഡ്. ഇത്രയും പ്രസിദ്ധമായ ഒരു ശബരിമലനെ ഇതോട് കൂടി അതൊക്കെ ഇല്ലാതാക്കിയ പോലെ അതാണ് അതിന്റെ പവിത്രത തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അത് ഇത്രയും ആളുകൾ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകാൻ വ്രതവും എടുത്ത് രാവിലെ കുളിച്ച് പിന്നെ കറുപ്പുടുത്ത് പോകുന്ന ഭക്തന്മാരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ശബരിമലയിലെ ആചാരങ്ങളെയെല്ലാം തച്ചുടച്ച് ഞാൻ ഈ പറയുന്ന യുവതീ പ്രവേശനത്തിന്റെ കാര്യമല്ല, അവിടുത്തെ അയ്യപ്പന്റെ യോഗദണ്ഡും അയ്യപ്പന്റെ രുദ്രാക്ഷമാലയും അവിടെ നിന്ന് ഒരിക്കലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുപോയിരിക്കുന്നത്. യോഗദണ്ഡ് എടുത്ത് പുറത്തു കൊണ്ടുപോകാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? യോഗദണ്ഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പരിഹരിക്കണം, അമ്പലത്തിന് ഉള്ളിൽ നിന്ന് പരിഹരിക്കണം. യോഗദണ്ഡ് അവിടെ നിന്ന് പരിഹരിക്കാൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇത് പുറത്തു കൊണ്ടുപോയി. രുദ്രാക്ഷമാല പുറത്തു കൊണ്ടുപോയി. അയ്യപ്പന്റെ ആടയാഭരണങ്ങളും ഉടയാടകളടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിന് ഇപ്പവും വ്യക്തമായ കാര്യങ്ങൾ വന്നിട്ടില്ല. ഭഗവാന്റെ വിഗ്രഹം ഭഗവാന്റെ വിഗ്രഹം അവിടെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭഗവാന്റെ വിഗ്രഹം ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നുള്ളത്. എനിക്ക് അതും ഉറപ്പില്ല കേട്ടോ. കാര്യം വെച്ചാൽ അയ്യപ്പന്റെ വിഗ്രഹം തന്നെയാണോ അതിന്റെ അകത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം നമുക്ക് ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. വ്യക്തമായ പരിശോധന നടത്തിയാലേ പറയാൻ പറ്റൂ. അയ്യപ്പന്റെ പുറത്തെ പാളുകളെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവിടെ ചെമ്പ് അതിന്റെ മുകളിൽ സ്വർണം പൂശിയതാണോ പറയാൻ പറ്റില്ല. അത് പഞ്ചലോക വിഗ്രഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള സ്വർണത്തിന്റെയും മറ്റു ലോഹങ്ങളുടെയും പഞ്ചലോഹ കൂട്ടുകളുടെ വെച്ചിട്ടുള്ള വിഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന തനി സ്വർണമായിട്ടുള്ള വിഗ്രഹമായിരിക്കാം. ഏത് തരം വിഗ്രഹമായാലും അത് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ പോലും ഞെട്ടുന്ന വിധത്തിലുള്ള കൊള്ള നടന്നിട്ട് ഇവിടെ വേണ്ട വിധത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്ന് കാണുന്നില്ല. പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാവുന്നത്. ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ്. ഹിന്ദുക്കളുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലേക്ക് ക്ഷേത്രങ്ങളിൽ കടന്നു കയറി കൊള്ള സംഘം കട്ടുമുടുക്കിയാണ്. കട്ടുമുടുക്കിയാണ്. ആരുടെ പൈസയാണ്? ഈ പറയുന്ന പാവപ്പെട്ട ഭക്തന്മാരെ കൊടുക്കുന്ന പൈസയല്ലേ. അവിടുത്തെ മുൻ ദേവസ്വം ഓഫീസർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള വ്യക്തി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ കിട്ടുന്ന പണത്തിനൊന്നും കണക്കില്ല. നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഇത്ര കോടി കിട്ടി എന്ന് പറയുന്ന അവർ പറയുന്നതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഇത്ര കിട്ടി എന്നതിനൊന്നും കണക്കില്ലെന്നും പണം പല വഴിക്ക് പോകുന്നുണ്ടെന്നും പൈസ വകമാറ്റുന്നുണ്ടെന്നും അവിടുത്തെ മുൻ ദേവസ്വം കമ്മീഷണർ തന്നെ പറയാണ് ഇപ്പോൾ. പിന്നെ അവിടെ പണിയെടുത്ത ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അവിടെ കൊണ്ടുവന്നത് എന്താണ് അതായത് നമ്മൾ കരുതിയത് ദ്വാരപാലക ശില്പത്തിലെ ചെമ്പിന്റെ മുകളിൽ ഈ പറയുന്ന സ്വർണ്ണക്കട്ടി വെച്ച് പിന്നെ വിജയമല്യ കൊടുത്ത ഈ സ്വർണ്ണക്കട്ടി പിന്നെ അടിച്ച് അതിൽ പതിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ മുകളിൽ ചെറിയ ഇത് പോയ സ്ഥലത്ത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയിന്നല്ലേ. അവിടെ ആ സ്വർണം മൊത്തം ഉരുക്കി മാറ്റി. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരി, എന്നിട്ട് ചെമ്പ് തിരിച്ചു കൊണ്ടുവച്ചു, അല്ലെ വേറെ കുറച്ച് സ്വർണം പൂശി അവിടെ കൊണ്ടുവച്ചു. അതുമല്ല നടന്നത്. ആ ചെമ്പും അവർ വിറ്റു. ആലോചിക്കണം. അതായത് ഭഗവാന്റെ ഒറിജിനൽ ചെമ്പും വിറ്റു, അതിന്റെ മുകളിലുള്ള സ്വർണവും വിറ്റു. എന്നിട്ട് വേറെ ചെമ്പ് പൊതിഞ്ഞ് അതിന്റെ മുകളിൽ സ്വർണം പൂശി തിരിച്ച് എവിടെ കൊണ്ടുവച്ചു? ശബരിമലയിൽ വെച്ചു. ശബരിമലയിലെ 2 ദ്വാരപാലക ശില്പത്തിന്റെ വിഗ്രഹങ്ങളുടെ ഫോട്ടോസ് ഇപ്പൊ നമുക്ക് എടുത്ത് പരിശോധിക്കാൻ കഴിയും. ഒരു മുൻപ് 2019 ആ ചിത്രം കൃത്യമായിട്ട് കാണാൻ പറ്റും. അതായത് വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു കോട്ടവും ഇല്ലാത്ത ദ്വാരപാലക ശില്പം വിഗ്രഹം. ഇവിടെ ഇന്ന് ആ വിഗ്രഹത്തെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയോ? ഒരുമാതിരി കരിവണ്ട് പോലെ ആയ ദ്വാരപാലക വിഗ്രഹമാണ് കാണുന്നത്. ഇത് പിടിക്കപ്പെടും എന്നായ സമയത്താണ് നേരെ എവിടത്തേക്ക് കൊണ്ടുപോയത്? വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. മുൻപും ഇത്തരത്തിലുള്ള കള്ളക്കളികൾ നടന്നത് ആളുകൾ പിടിക്കും. അതായത് കുറെ കാലം കഴിഞ്ഞാൽ ഇത് തേഞ്ഞില്ലാതാവില്ല. ഏതോ ഒരു സിനിമയിലുണ്ട്, ഈ മറ്റേ പശുവിനെ എന്ത് ചെയ്യുന്നുണ്ട്, പശുവിനെ ഇന്നസെന്റ് കളർ അടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പൈസ വാങ്ങിയിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞു പോകും. അപ്പൊ പിറ്റേന്ന് ഇവർ കുളിപ്പിക്കുമ്പോൾ ഈ ഇതെല്ലാം അടിച്ച പെയിന്റ് എല്ലാം പൊളിഞ്ഞു പോയിട്ട് കറുത്ത പശു തന്നെയാവുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് ചതിക്കപ്പെട്ടു എന്ന്. അതുപോലെയാണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത്. എല്ലാ തലത്തിലും അതിന്റെ കട്ടിളയുടെ മുകളിലുള്ള സ്വർണം വരെ അടിച്ചു മാറ്റി വിറ്റു എന്ന് പറയുമ്പോൾ ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് ഇവർ കുറ്റം പറയുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിൽ കയറ്റിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായിയും ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ, കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ, ഇരിക്കുന്ന ഫോട്ടോ, ഇനി പിന്നെ VN വാസവനുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഫോട്ടോ, ചിരിക്കുന്ന ഫോട്ടോ, നമ്മളൊന്നും അത്ര അടുപ്പമില്ലാത്ത ആൾക്കാരുമായിട്ട് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ
മന്ത്രിയെ പോലൊരാൾ ഇരുന്ന് സംസാരിക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ വളരെയധികം പരിചയമുണ്ട് എന്ന ഭാവത്തിലോ ഫോട്ടോ എടുക്കുമോ? ജസ്റ്റ് അവിടെ ഇവിടെ ഇരുന്ന് ഒരു സെൽഫി എടുക്കുന്ന പോലെ അല്ലല്ലോ ഇത്. കൃത്യമായ പരിചയത്തിന് പുറത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവരെല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നെ എന്താണ് അയാളുടെ മേത്തേക്ക് മാത്രം അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തേക്ക് മാത്രം ഈ കാര്യത്തെ ഒതുക്കി നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിങ്ങനെ തുടരുന്നതിനിടയിലാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട മകന്റെ വിഷയവും വരുന്നത്. പത്മകുമാർ നേരിട്ട് യോഗദണ്ഡ് മകന് കൈമാറി. മകനാണ് ഇതിന്റെ കരാറ് കൊടുത്തത്. അവിടെ യോഗദണ്ഡിന് എന്ത് സംഭവിച്ചു? യോഗദണ്ഡിനകത്തെ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? യോഗദണ്ഡിന് രുദ്രാക്ഷമാലയുടെ സ്വർണം കൊളുത്തി രുദ്രാക്ഷമാലയുടെ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? ഇതൊക്കെ കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. ഇവർ അമ്പലം വിഴുങ്ങികളാണ്. അമ്പലത്തെ കട്ടുതിന്ന് ഭഗവാനെ ഒറ്റി ഭഗവാനെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ആൾക്കാരായിട്ട് ഇവിടുത്തെ CPM-ന്റെ ആളുകൾ മാറിപ്പോയിരിക്കുന്നു. ഇതുവരെ ഇങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല. കോൺഗ്രസിന്റെ ഭരണം വന്നിട്ടുണ്ട്, മറ്റു പല ആളുകളുടെയും ഭരണം വന്നിട്ടുണ്ട്. പക്ഷെ ക്ഷേത്രത്തിന്റെ മറ്റു സ്വത്തുക്കൾ കൈകടത്താറില്ല. അവിടെ വരുന്ന പൈസയൊക്കെ ചിലപ്പോൾ അടിച്ചു മാറ്റുന്ന ശ്രമങ്ങൾ ഉണ്ടാവായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് ഭഗവാനെ തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു തുല്യമായ കാര്യമാണ് ഇപ്പൊ ശബരിമലയിൽ നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ മറ്റു പല അമ്പലങ്ങളിലും ഇതാണ് നടക്കുന്നത്. ഇത് ഗുരുതരമായ രീതിയിലുള്ള ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ട് ഇവർ പറയുന്ന ന്യായീകരണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു, അന്വേഷിക്കും, പോലീസ് അന്വേഷിക്കും, എന്നിട്ട് ആരെയും പ്രതി ചേർക്കൂല. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പ്രതി ചേർക്കും. എന്നിട്ട് വേറെ കുറച്ച് ആൾക്കാരെയും പ്രതി ചേർത്ത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD പ്രതി ചേർത്ത് കുറ്റപത്രം കൊടുക്കും. എന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ട് വിധി വരും. അപ്പോഴേക്ക് ഈ CPM കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്കാം അല്ലെങ്കിൽ തട്ടിപ്പ് അല്ലെങ്കിൽ എന്താ പറയാ കൊള്ള, അതാണ് കൃത്യമായ വാക്ക്, കൊള്ളയാണ് ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. ഇത് കൃത്യമായ രീതിയിൽ മറ്റു ക്ഷേത്രങ്ങളടക്കം എത്രത്തോളം കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ കൃത്യമായൊരു രാജ കുടുംബാംഗങ്ങളും മറ്റുള്ള ആൾക്കാരും ഒക്കെ ശക്തമായതുകൊണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ നടന്നിട്ടില്ല. ഇല്ലെങ്കിൽ ആ നിലവറയിലെ സ്വർണം കൂടെ കൊണ്ടുപോയിട്ട് ഇവർ വിറ്റ് തിന്നേനെ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.